പ്രിയമുള്ളവരെ, നമസ്കാരം. വണ്ടേഴ്സ് വേൾഡിന്റെ മനോഹരമായ മറ്റൊരു പുതിയ തുടക്കത്തിലേക്ക്, പുതിയ സുപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ദിവസവും പുതിയ ആശയങ്ങളുമായി നമ്മൾ സ്ട്രാറ്റജിക്കൽ മാർക്കറ്റിങ്ങുകളും അതുപോലെ സെയിൽസും ഒക്കെ പഠിക്കുന്നു. എന്നാൽ അതിലേറെ ഒരു പുതിയ ജീവിതശൈലി നേടിയെടുക്കുക എന്നതാണ് ഇത്തരം പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തരുന്ന അകമഴിഞ്ഞ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ മാർച്ച് മാസത്തെ ഓഫറിന് അച്ചീവ് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസ നേർന്നുകൊണ്ട് മുന്നോട്ടുള്ള അവരുടെ യാത്ര ഏറ്റവും ഭംഗിയാകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. ഒരു നെറ്റ്വർക്കർ എന്നതിനപ്പുറം ഈ ഒരു ആശയത്തെ എത്ര പേർ പ്രൊഫഷണലൈസ് ചെയ്തിട്ടുണ്ട്? അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. കാലാകാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയം തന്നെയാണ് നെറ്റ്വർക്കിംഗ് അഥവാ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് എന്നത്. ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് ആയാലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയാലും ഇവിടെയെല്ലാം പ്രത്യേകം കേൾക്കുന്ന ഒരു വാക്ക് നെറ്റ്വർക്കർ ആണോ നിങ്ങൾ എന്നാണ്. മുന്നോട്ടുള്ള ഓരോ ദിവസവും ഇതിനോട് ബന്ധപ്പെട്ട് ഒരു തവണയെങ്കിലും നമ്മൾ ഈ വാക്ക് കേൾക്കാറുണ്ട്. പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നല്ല നെറ്റ്വർക്കർ ആണോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ബിസിനസ് ചെയ്യാൻ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളെ പിന്താങ്ങുന്ന കുറെ അധികം ആൾക്കാരെ നമുക്ക് പരിചയം ഉണ്ടാവും. ഇനി അതുമല്ലെങ്കിൽ നെറ്റ്വർക്കർ എന്ന വാക്ക് കേട്ടിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുവാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു നെറ്റ്വർക്കർ എന്ന നിലയിൽ പ്രൊഫഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലെ, ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കർ. പലപ്പോഴും നമ്മൾ ബിസിനസ് ആശയത്തോട് ബന്ധപ്പെട്ട് ഈ ഒരു ജോലിയെ കാണുന്നത് എങ്ങനെയാണ്? ഒരു ഫുൾ ടൈം ജോബ് ചെയ്യുന്ന ഒരാള് മറ്റ് സമയങ്ങളൊക്കെ അനുവദിക്കുകയാണെങ്കിൽ മാത്രം തന്റെ ജോലിക്ക് ശേഷമുള്ള ഏതാനും കുറച്ച് സമയം കിട്ടിയാൽ മാത്രം ചെയ്യുന്ന ഒരു ജോലിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അതോ ഏതൊരു ബിസിനസ് പോലെയും അല്ലെങ്കിൽ ഏതൊരു ജോലിയും പോലെ ഇതൊരു 9 to 5 ജോബായിട്ടാണോ ഇതിനെ കാണുന്നത്? നമ്മുടെ ഈ ആശയത്തിൽ പ്രത്യേകം ചിന്തിക്കേണ്ടത് ഈ രണ്ട് രീതിയും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ രണ്ട് രീതിയിലും വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കർ അല്ല എന്ന് പറയേണ്ടി വരും. രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, മറ്റു ജോലികളെല്ലാം കഴിഞ്ഞ് വളരെ നാമമാത്രമായ സമയം ഒരു ദിവസം മാറ്റി വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം ചെയ്യുന്നവരുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാറ്റഗറി, ഒരു 9 to 5 ജോബായിട്ട് മാത്രമാണ് നിങ്ങൾ ഇതിനെ കാണുന്നെങ്കിൽ ഒരിക്കലും ഇതൊരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ആണെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരു ബിസിനസ് മാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന് വിളിക്കുന്ന വ്യക്തി, അയാൾ 24 മണിക്കൂറും ഒരു ബിസിനസ്സുകാരനാണ്. അല്ലെ? നമുക്കറിയാവുന്ന ഏതൊരു വ്യക്തിയും എടുത്തോളൂ, അവർ 24 മണിക്കൂർ ഒരു ബിസിനസ്സുകാരനാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജോലിയോട് ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായിട്ട് കടന്നു ചെന്ന് പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു ഫിക്സ്ഡ് ടൈം ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ആതുര സേവനങ്ങൾ നടത്തുന്ന ആളുകൾ അവര് എല്ലായ്പ്പോഴും അല്ലെങ്കിൽ എമർജൻസി ജോലികൾ ചെയ്യുന്ന ആളുകൾ, ഡോക്ടേഴ്സ് ആകാം അല്ലെങ്കിൽ മറ്റുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരാരും അവർക്കൊരു 9 to 5 ജോബായിട്ടല്ല അതിനെ കാണുന്നത്. മറിച്ച് അവരുടെ സർവീസ് ആവശ്യമുള്ളത് എപ്പോഴാണോ അവർ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കും. ഒരുപക്ഷെ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞവർ പോയിട്ടുണ്ടെങ്കിലും പിന്നെ അവരെ വിളിച്ചാൽ അവർ ഓടിയെത്തും. ചില ഡോക്ടേഴ്സിന്റെ കാര്യത്തിൽ കണ്ടിട്ടില്ലേ, ഒരു എമർജൻസി ആയിട്ട് ഒരു സർജറി ആവശ്യം വന്നു, മനുഷ്യന്റെ കാര്യമല്ലേ, ഒരു സർജറി ആവശ്യം വന്നാൽ അവർ ആ സീനിയർ ആയിട്ടുള്ള ഡോക്ടറിനെ വിളിച്ചാൽ അവർ ഓടിയെത്തും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ആശയത്തെ പിന്താങ്ങിക്കൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്കൊക്കുന്ന സമയത്ത് മാത്രം ചെയ്യുന്ന ഒരു രീതിയിലാണ് നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ മാറേണ്ടത് നമ്മളാണ്. ഒരുപക്ഷെ നമ്മളിത് പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം, മറ്റൊരാളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതിനുമപ്പുറം നമ്മൾ ഇതിനെ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കർ ആണ് എന്ന് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ മനസ്സിൽ പിടിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനോട് ബന്ധപ്പെട്ട ഒരു 6 കാര്യങ്ങളാണ്.
ഒരു നെറ്റ്വർക്ക് പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുമ്പോൾ നമ്മളിൽ വരേണ്ട മാറ്റം എന്താണ്? അല്ലെങ്കിൽ നമ്മളിൽ നിന്നും മാറ്റിയെടുത്ത് പുതിയതായി അവലംബിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു 6 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു നെറ്റ്വർക്കറിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ചില കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു 6 കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ, തീർച്ചയായും നമ്മുടെ മുന്നോട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, നമ്മുടെ ജോബില്, നമ്മുടെ റോളില് അവിടെ ഒരു കൃത്യമായ പ്രൊഫഷണലിസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പലപ്പോഴും എന്താണ് പ്രശ്നം? നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മളൊരു പ്രൊഫഷനിലാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ആരോടെങ്കിലും നിങ്ങൾ പറയുമ്പോൾ ഞാനൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കർ ആണെന്ന് പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ക്വാളിറ്റീസ് അതിനകത്ത് ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ 6 പോയിന്റുകൾ? ഇവിടെ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഡെവലപ്പ് ഇൻഡസ്ട്രി നോളജ് ആൻഡ് സ്കിൽസ് എന്നുള്ളതാണ്. നമ്മളുടെ ഇൻഡസ്ട്രി നോളജ് ആൻഡ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വേണം ഇത് ചെയ്യാൻ. നമ്മൾ ചെയ്യുന്ന വർക്കിനോട് ബന്ധപ്പെട്ട് നമ്മളുടെ മാർക്കറ്റ് എങ്ങനെയാണ് ഇതിനെ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഈ ഒരു ആശയത്തോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടി വന്നേക്കാം. ഉദാഹരണം പറഞ്ഞാൽ സെയിൽസ് ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഒരാളോട് ഏത് ടൈപ്പ് രീതിയിൽ സംസാരിക്കണം, ഏത് ടൈപ്പ് മീൻസ് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. ഇനി അവരെ കേൾക്കുവാൻ തയ്യാറാകുന്ന ഒരു നല്ല ലിസണർ ആയിരിക്കണം. ഇതെല്ലാം ഈ ഒരു കാര്യത്തിലാണ് ഉൾപ്പെടുന്നത്. ഇത് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ബിസിനസ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഓരോ പോയിന്റ് പറയുമ്പോഴും നമ്മുടെ ബിസിനസ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ സാൻഡ്ബോക്സിന്റെ മനോഹരമായ ഒരു ആപ്പ് നമുക്ക് കിട്ടി. നമ്മൾ ആപ്പിനെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഏറ്റവും നന്നായിട്ട് ആ ആപ്പിനെ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ആ ആപ്പുമായിട്ട് ഏറ്റവും പരിചിതമായിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് നോളജുമായി നമുക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ കഴിയുള്ളൂ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ നമ്മളുടെ ആപ്പിന്റെ ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അവരിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ളതും ഏറ്റവും പീക്ക് ടൈം ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഈ വരുന്ന 2 മാസം അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളാണ്. എന്തുകൊണ്ടാണ്? കുട്ടികളുടെ അവൈലബിലിറ്റിയെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കുട്ടികളുടെ അവൈലബിലിറ്റി ആയിരിക്കുമ്പോഴും ടെൻഷൻ പിടിക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കളാണ്. കാരണം എന്താണ്? ഈ 2 മാസം സ്വിച്ച് ഇട്ട പോലെ ഇത് തീരും. അടുത്ത ജൂൺ ആരംഭിക്കുമ്പോൾ അവരെ അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റുന്നതിനോട് ബന്ധപ്പെട്ട് അക്കാഡമിക്കലി അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവരിൽ എത്തിക്കുവാനുള്ള ഓട്ടത്തിലായിരിക്കും ഈ 2 മാസം നമ്മൾ മാതാപിതാക്കൾ. കാരണം എന്താണ്? നമുക്ക് തന്നെ അറിയാം. അവരുടെ അടുത്ത ക്ലാസ് അതായത് ഇതുവരെ പഠിച്ചതിൽ നിന്നും ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്താണ് അവർ പഠിക്കാൻ പോകുന്നത്. സോ അവരിലേക്ക് എത്തിക്കാനുള്ള ആശയങ്ങളെ കണ്ടെത്തുവാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് എങ്ങനെ ഈ ആശയം കൊടുക്കാൻ കഴിയും? ഇത് നമ്മൾ പഠിക്കണം. സോ നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയൽ നോളജും സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കറിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ കൃത്യമായി സ്റ്റഡി നടത്തിക്കൊണ്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അതിന് ഏറ്റവും ആവശ്യം ഒന്ന് പ്രൊഡക്റ്റ് നോളജ്, ഒന്ന് കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുമുള്ള സാഹചര്യത്തെ വിലയിരുത്തുക. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങൾക്ക് ചുറ്റുമുള്ള എത്ര സ്കൂളുകളുണ്ടെന്ന്? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെങ്കിലും മിനിമം എത്ര കുട്ടികൾ +2 അല്ലെങ്കിൽ 10th എക്സാമിന് വേണ്ടി ഇനി തയ്യാറെടുക്കാൻ പോകുന്നു? അതിനുവേണ്ടി വേറെ സർവേ റിപ്പോർട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് നമ്മൾ പോയി കാണേണ്ട കാര്യമില്ല. നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാൻ കഴിയും അല്ലേ? നമ്മളൊരു സോഷ്യൽ ആനിമലാണ്. നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് നമ്മൾ പല ആവശ്യത്തിനും നമ്മൾ പല കാര്യങ്ങൾക്കും കടയിലേക്കും കവലയിലേക്കും ഒക്കെ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ കണ്ടെത്തുന്ന ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ അയൽപക്കത്തുള്ളവര്, നമ്മുടെ എന്താണ് ചുറ്റുപാടുള്ള ആളുകളൊക്കെ നമ്മൾ ഡെയിലി കാണുന്നവരാണ്. നമ്മളൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കർ ആണെങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കറിന് മാത്രമേ അയാളുടെ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? ഏതൊരു ആവശ്യത്തിനും അദ്ദേഹത്തിന്റെ ചുറ്റുപാട് ഇറങ്ങുന്ന സമയത്തെല്ലാം ഈ ഒരു കാര്യത്തെ മുൻനിർത്തിയായിരിക്കും സംസാരിക്കുക. ഈ ഒരു കാര്യത്തെ മുൻനിർത്തി സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് എപ്പോഴും ഇതായിരിക്കും. ഒരാളെ നമ്മൾ കാണുന്നു. കണ്ട് സംസാരിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് കുട്ടികളൊക്കെ ഇപ്പൊ എന്തായി? അല്ലേ? മോനിപ്പം 10th ലാണോ 9th ലാണോ? അല്ലെങ്കിൽ മോളിപ്പോ എന്ത് ചെയ്യുന്നു?
ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് അല്ലേ? ഒരു 10 വർഷം മുമ്പ് ഞാൻ മറ്റേ മെഡിക്കൽ മാർക്കറ്റിംഗിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു ട്രെയിനിങ്ങിൽ ചോദിച്ചൊരു ചോദ്യം, എന്താണ് ശരിക്കും ഈ പ്രൊഫഷണലിസം അനുസരിച്ച് എൻക്വയറി എന്ന് ചോദിച്ചു. ഞങ്ങളത് കൺഫ്യൂസ്ഡ് ആയി. കാരണം ട്രെയിനിങ്ങിൽ എന്ത് പറഞ്ഞാലും അതിന്റെ ബാക്കി വിശദീകരണം കൂടി നമ്മൾ കൊടുക്കണം. ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ഡാറ്റ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു. ഇൻഫോർമേഷൻ ആണ് ആദ്യത്തെ ഇൻഫോർമേഷനുള്ള എൻക്വയറി ആണിത്. ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലേക്കും കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്നും ഉള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ എങ്ങനെ എൻക്വയറി ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു. അപ്പൊ പലരും പറയുന്നു അവിടെ HR ഡിപ്പാർട്ട്മെന്റ് കാണും, അല്ലെങ്കിൽ റിസപ്ഷൻ കാണും, അല്ലെങ്കിൽ എന്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് കാണും, അവിടെ ചെന്ന് ചോദിച്ചാൽ മതി എന്ന്. ആ വ്യക്തി അതായത് ഞങ്ങൾക്ക് അന്ന് ട്രെയിനിങ് തന്ന ആ സാറ് പറഞ്ഞൊരു കാര്യം, ഇവരെ ഒന്നുമല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റിയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഹലോ, അവിടുത്തെ സെക്യൂരിറ്റിയെ കണ്ടാൽ മതി. എന്താ കാര്യം? ആ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും, ഓരോ കാര്യത്തെക്കുറിച്ചുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻ, മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുക സെക്യൂരിറ്റിക്കായിരിക്കും. അവരെ കടന്നാണല്ലോ ഈ ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫുകളും ഒക്കെ കയറി പോകുന്നത്. തിരിച്ചു പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടാത്ത പല കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ പോലും ഒരു സെക്യൂരിറ്റിയിൽ നിന്നും ചിലപ്പോൾ കിട്ടിയേക്കാം. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇൻഫർമേഷൻസ് നമുക്ക് ചുറ്റുപാടും കിടപ്പുണ്ട്. ഇതിനെ കണ്ടെത്താതെ നമ്മൾ വലിയ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ്. ഒരു കോട്ടയത്ത് ജീവിക്കുന്ന ഒരാള് തൃശ്ശൂര് അല്ലെങ്കിൽ മലപ്പുറത്ത് പോയിട്ട് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ കോഴിക്കോട്ടുള്ള ഒരാള് ട്രിവാൻഡ്രത്ത് പോയിട്ട് ബിസിനസ് ചെയ്യാം. നമ്മുടെ ചുറ്റുപാടൊന്നും മാതാപിതാക്കളും കുട്ടികളും ഒന്നും ഇല്ലേ? അതോ നമുക്ക് അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും വിചിത്രമായ പ്രൊഡക്റ്റ് ആണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് അത് പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിന് ആവശ്യമുള്ളത് ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ്. സെക്കൻഡ് പോയിന്റ്, ടു ബിൽഡ് എ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യുക. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കാറുണ്ടോ? നോക്കാത്തവരാരും തന്നെ ഈ മീറ്റിംഗിൽ ഉണ്ടാവില്ലല്ലേ? നമ്മൾ ഓരോ തവണയും കണ്ണാടിയിൽ നോക്കുന്നത് നമ്മുടെ തെറ്റുകൾ തിരുത്തി നമ്മളെ ഒരുക്കുവാനാണെങ്കിൽ, അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യം, ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് എല്ലാം സാധ്യമാകും, എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ യെസ് ഐ ക്യാൻ എന്ന് പറയില്ലേ? നമ്മളൊരു കണ്ണാടിയിൽ നോക്കി ഇതുപോലെ തന്നെ പറയുന്ന പോലെ നമ്മളെ കുറിച്ച് മറ്റൊരാൾ പറയാൻ കഴിയണം. ആ വ്യക്തിക്ക് ഒരു സിഗ്നേച്ചർ ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ഉദാഹരണം നമ്മുടെ സുധീർ സാർ അല്ലെ സൈലൻ സാർ നമ്മുടെ മീറ്റിംഗിന് റെഗുലർ ആയിട്ട് വരുന്നു, കോര സാർ ഉണ്ട്. ഇവർക്കെല്ലാം ഒരു യൂണിക്നെസ് ഉണ്ട് അല്ലെ? അവരുടെ യൂണിക്നെസ് ആണ് അവരുടെ ബിസിനസ്സിൽ ബ്രാൻഡ് ചെയ്യപ്പെടുക. അവരെ വ്യക്തമായി അവർക്ക് എങ്ങനെ വെളിയിലേക്ക് പബ്ലിക്കിലേക്ക് എങ്ങനെ അവരെ കൊടുക്കണം എന്ന് അവർ ചിന്തിച്ചിട്ടാണ് അവരിത് ചെയ്യുക. ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് വളരെ ആവശ്യമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര പേർക്ക് സാൻവോസിറ്റിയുടെ പേരിൽ ഒരു വിസിറ്റിംഗ് കാർഡ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്? സ്വയം ചിന്തിക്കുക കേട്ടോ. നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ നിങ്ങളുടെ ഫോൺ നമ്പർ ഉള്ള ഫാൻവോക്സിന്റെ ബിസിനസ് പരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിസിറ്റിംഗ് കാർഡ്, ഒരു ബിസിനസ് കാർഡ് എത്ര പേർക്കുണ്ട്? ഒരു നമ്പർ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ നിങ്ങളുടെ പേരിനോടൊപ്പം സാൻവോസിറ്റി എന്ന് സേവ് ചെയ്തിട്ടാണോ ഒരു ഫോൺ വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കർ ആയിരിക്കും. കാരണം ആ വ്യക്തിയെ നിങ്ങളുടെ പ്രൊഫഷനിലൂടെ ആയിരിക്കും നിങ്ങളെ അയാൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ അയാൾ തയ്യാറാകുമ്പോൾ അയാൾ എന്നും അത് ഓർക്കപ്പെടുക ആ കമ്പനിയുടെ പേരിനോടൊപ്പമായിരിക്കും. ഒരു പുതിയ ആളെ പരിചയപ്പെടുമ്പോൾ അയാളുടെ ബിസിനസ് പരമായ പേരിലൂടെ അയാളെ അറിയിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രാൻഡിങ് അതിൽ ഉൾപ്പെടുന്നു. ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുക സോഷ്യൽ മീഡിയ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ബ്രാൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് പേജ് ഉണ്ടാവും അല്ലെ? നമ്മൾ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് പോലെ തന്നെ ഫേസ്ബുക്കിന്റെ പേജുകൾ നമ്മൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കും. ഈ പേജുകളിൽ നിങ്ങൾ എന്താണെന്നാണ് ഡെസിഗ്നേഷൻ കൊടുത്തിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഇപ്പൊ ആരും മറുപടി പറയണ്ട കേട്ടോ. നിങ്ങളോട് തന്നെ ചോദിക്കാം. നമുക്ക് എത്ര വയസ്സ് കഴിഞ്ഞാലും റിട്ടയർമെന്റ് ഇല്ലാത്ത, കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ 60 വയസ്സിൽ ബിസിനസ് തുടങ്ങാൻ കഴിയുന്ന ആളുകൾ പോലും ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തിരിക്കുന്നു.
നമ്മുടെ ഈ ബിസിനസ്സിന് ഒരു ക്രൈറ്റീരിയ നമ്മൾ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓൺലൈൻ സോഷ്യൽ മീഡിയ പേജുകളിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ എഴുതുന്നിടത്ത് നിങ്ങൾ പ്രൊഫഷണൽ നെറ്റ്വർക്കർ എന്ന് തപ്പിയാൽ ആ സോഷ്യൽ മീഡിയ പേജുകളിൽ ആ പേര് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ എന്തായിരിക്കും എടുത്തു വെച്ചിരിക്കുക? അതോ ഡെസിഗ്നേഷൻസ് ഒന്നും കൊടുക്കാതെ ഒരു സാധാരണ വ്യക്തിയായി ഈ മുന്നോട്ടുള്ള ഈ സമൂഹത്തിൽ, ഈ സൊസൈറ്റിയിൽ ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ ഒരിക്കലും പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുകയില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുന്നത് വീണ്ടും വീണ്ടും പറയുന്നത്? നമുക്കറിയാം അല്ലെ, ഒരു സാധാരണ വ്യക്തി ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിയുമ്പോൾ അയാളിലുണ്ടാകുന്ന ഒരു പ്രകടമായ മാറ്റമുണ്ട്. ഓക്കെ, എന്ത് മാറ്റം എന്നുള്ളത് നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ കാണുന്നതുമാണ്. ഈ മാറ്റം എവിടുന്ന് വന്നതാണ്? ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ട് കൃത്യമായിട്ട് പഠിച്ചതാണോ? നിങ്ങൾ ഏത് ഗവൺമെന്റ് ജീവനക്കാരനെയും എടുത്തു നോക്കിക്കോ. അദ്ദേഹത്തിനും അല്ലെങ്കിൽ അത് സ്ത്രീയാകാം പുരുഷനാകാം, അവർക്കൊരു രീതി ഉണ്ടാവും അല്ലെ, ഒരു 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 പാറ്റേൺ ഉണ്ടാവും. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ഫീസ് കൊടുത്ത് പഠിച്ചിട്ട് കിട്ടുന്നതാണോ അത്? അല്ല. ആ സിസ്റ്റത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരതിലേക്ക് തന്നെ അവര് മോൾഡ് ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ ഈ ബിസിനസ്സിനെ കൃത്യമായി അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കറായി മോൾഡ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. രണ്ടാമത്തെ പോയിന്റ് അത് പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ്. ഇനി മൂന്നാമത് എന്താണ്? അത് മാസ്റ്റർ ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസന്റ് സ്കിൽ ആണ്. മാസ്റ്റർ ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസന്റേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് നന്നായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കാൻ കഴിയണം. നമ്മൾ അത് കൃത്യമായിട്ട് പഠിച്ച് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം, കോൺഫിഡന്റ് ആയിരിക്കണം, നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇതെവിടെ സാധിക്കും? നമുക്കറിയാം, നമ്മളേവർക്കും ഈ ഒരു അവസരം നമ്മുടെ കമ്പനി നാളത്തേക്ക് ഒരുക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ്സിനെ കേവലം ഏറ്റെടുക്കുന്നതിനപ്പുറം അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും, അത് ആപ്പ് ആയിക്കോട്ടെ, അതിന്റെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ബിസിനസ്സിനകത്ത് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമറിനോട് എങ്ങനെ സംസാരിക്കണമെന്നായിക്കോട്ടെ, ഇതെല്ലാം ഈ പറഞ്ഞ മാസ്റ്റർ ഇൻ കമ്മ്യൂണിക്കേഷനിൽ കിടക്കുന്ന കാര്യമാണ്. നമുക്കിത് പഠിക്കാനൊരു അവസരം കമ്പനി തരുമ്പോൾ നിങ്ങൾക്ക് അല്പം ശ്രമം ചെയ്താൽ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഇനി നിങ്ങൾ പങ്കെടുക്കുക എന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളെപ്പോലെ തന്നെ ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാം. നിങ്ങൾ എത്ര പേര് ആ ഗൂഗിൾ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്തു? നിങ്ങളുടെ കൂടെയുള്ള എത്ര പേരുടെ പേര് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്തു? ഇനിയും ഏതാനും സീറ്റുകൾ ബാക്കിയുണ്ട്. മറക്കാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ഇത് ചെയ്യുന്നതും നിങ്ങളിലുള്ള ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിനെ തിരിച്ചറിയാൻ കഴിയുന്ന അവസരമാണ്. നിങ്ങളെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ചിട്ട നോക്കിയാൽ മാത്രം മതി നിങ്ങൾ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കർ ആണോ അല്ലയോ എന്നറിയാം. സോ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ അത് വിട്ടുകളയരുത്. തീർച്ചയായും അത് പഠിക്കുകയും നമ്മുടെ പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. അത് ഡെവലപ്പ് ചെയ്യുക തന്നെ വേണം. പല ആളുകളും ഉണ്ട്, സാറേ എനിക്കിത് പറയാൻ അറിയില്ല. ഒരു കസ്റ്റമറിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് എങ്ങനെ തുടങ്ങണം? ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറി, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസിനോടാണ് ഇത് പറയുന്നതെങ്കിൽ ടീച്ചേഴ്സിനോട് പറയാൻ അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ നമുക്കറിയാം മാത്സ് പഠിക്കുന്ന ഒരു കുട്ടി വീക്കാണ്. പക്ഷെ ആ കുട്ടിയോട് പറയാൻ അവരുടെ പേരൻസിനോട് ഇതെങ്ങനെ കൺവേ ചെയ്യണമെന്ന് അറിയില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? ഈ ജോലിയുടെ ഭാഗമാണ് ഇതൊക്കെ. അപ്പൊ അത് നമ്മൾ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗിച്ചാൽ തീർച്ചയായും അത് നമ്മളിലുള്ള പ്രൊഫഷണലിസം വെളിയിലേക്ക് കൊണ്ടുവരും. നാലാമതായിട്ടുള്ള പോയിന്റ്, ഞാൻ ഒന്ന് സ്പീഡ് ആകുന്നു കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇതാണ്: എത്തിക്കൽ സെല്ലിംഗ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മുടെ ബിസിനസ്സിൽ എത്തിക്കൽ സെല്ലിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ബിസിനസ്സിനും ഓരോ എത്തിക്കൽ ഉണ്ട് അല്ലെ? ഓരോ എത്തിക്സ് അനുസരിച്ചാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും ആ എത്തിക്സ് അനുസരിച്ച് അത് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് അത് മുന്നോട്ട് പോവുക. നമ്മുടെ പ്രൊഡക്റ്റുകളുടെ പ്രൈസിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രൊഡക്റ്റുകളുടെ GST എത്രയാണ്, എത്ര പെർസെന്റേജ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരാൾക്ക് കിട്ടുന്ന ഓരോ ഇൻസെന്റീവുകളും നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് പേ ഔട്ട് ആയിട്ട് കിട്ടുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മുടെ ടോട്ടൽ ബിസിനസ്സിൽ ഓവറോൾ ഒരു മാസം നമ്മൾ ചെയ്ത ബിസിനസ്സിൽ ഞാൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നേടിക്കൊടുത്തത്, അത് കമ്പനിക്കും വ്യക്തിപരമായി നിങ്ങൾക്കും എന്താണ് സമ്മാനിച്ചത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തു പോകണം. ഇങ്ങനെ പോകുമ്പോഴാണ് ഇതൊരു എത്തിക്കൽ സെല്ലിംഗ് പ്രാക്ടീസസ് ആയിട്ട് മാറുന്നത്. നമ്മുടെ ബിസിനസ്സിനെ ഓരോ ദിവസവും അറിയാം അല്ലെ? ഈ ഒരു ദിവസം നമ്മൾ രാവിലെ ഇറങ്ങി വൈകുന്നേരം തിരിച്ചു വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 9 to 5 ജോബ് അല്ല. പക്ഷെ ഇതിന് നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവിടെ ഒരിക്കലും നിങ്ങളുടെ മേലെ, നമുക്കറിയാലോ, മാർക്കറ്റിംഗ് വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഒരു മാനേജറിയൽ സിസ്റ്റം ഉള്ളപ്പോൾ അവിടെ ഭയങ്കരമായ പ്രഷർ നമുക്കുണ്ടാവും.
അവരുടെ വക ടോർച്ചറിങ് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരും മാർക്കറ്റിലേക്ക് ഇറങ്ങുക. അവിടുന്ന് കൃത്യമായിട്ട് ക്ലയന്റ്സിൽ നിന്നും വേണ്ട ഫീഡ്ബാക്ക് കിട്ടിയില്ലെങ്കിൽ അന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴേ നാളെ രാവിലെ മാനേജറിന്റെ പ്രഷർ പേടിച്ചാണ് അവർ ഉറങ്ങുക. ഒരുപാട് കമ്പനികൾ അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ നമുക്കുള്ള ഒരു ഫ്രീഡം ഉണ്ട് അല്ലേ? നമ്മുടെ പുറകെ ആരും നമ്മളെ വിളിച്ച് ടോർച്ചർ ചെയ്യില്ല. നമ്മളുടെ ബിസിനസ് എത്ര വേണമെന്നുള്ളത് ഓരോ ദിവസവും ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് ചെറിയൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എവിടെയാണ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾക്ക് 5000 രൂപ പേ ഔട്ട് കിട്ടുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ മാസം 1,50,000 രൂപ നിങ്ങൾക്ക് സാലറി കിട്ടും. അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങളുടെ പ്രായവും, നിങ്ങളുടെ എലിജിബിലിറ്റിയും, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും അനുസരിച്ച് ഇന്നത്തെ കാലത്ത് ഈ 2025 കിട്ടണമെങ്കിൽ സീ അത് നെറ്റ്വർക്കിംഗിന് മാത്രമേ പറ്റുള്ളൂ. ഇത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കേട്ടാലും നമ്മൾ ഇത് എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ സാധാരണ പലരും എന്താണ് ചെയ്യുന്നത്? പൊട്ടുന്ന പടക്കം കത്തിക്കാൻ നിൽക്കുന്ന പോലെയാണ് ഓരോ കമ്പനിയിലും ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നത്. കാരണം എന്താ? ഇത് 3ഓ 4ഓ മിനിറ്റ് കഴിയുമ്പോൾ പൊട്ടും എന്നറിയാം. പടക്കം കത്തിക്കുന്ന ആ ഉദ്ദേശത്തിൽ തന്നെയാണല്ലോ. എന്ന് പറഞ്ഞ പോലെ ചിലര് ബിസിനസ്സിലേക്ക് കടന്നു വരിക 2ഓ 3ഓ 4ഓ വർഷം കഴിയുമ്പോൾ ഈ ബിസിനസ് ഇല്ലാണ്ടാവും. എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന പല ബിസിനസ്സുകളും തകർന്നു പോകുന്നതിന്റെ കാരണം ഒരു സിസ്റ്റത്തെ ബിൽഡ് ചെയ്ത് പോകുന്നതിൽ അവർക്കൊരു ട്രസ്റ്റ് ഇല്ല. പ്രൊഡക്റ്റിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവില്ല. ഇനി അവയർനെസ് ഉണ്ടെങ്കിലും ആ പ്രൊഡക്റ്റിനെ വേണ്ട രീതിക്ക് മാർക്കറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കിയേ. കൃത്യമായ പ്ലാനോട് കൂടി നമ്മളൊരു വലിയ ബൂമിംഗ് അല്ല ചെയ്യുന്നത്. വളരെ ലീനിയർ ആയിട്ട് ഒരു കൃത്യമായ രീതിയിൽ പഠിച്ച് വളരെ ഗ്രാജുവൽ ആയിട്ട് നമ്മുടെ പ്രോഗ്രസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് ഫ്ലയറിലൂടെയും അല്ലാതെയും കാണാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്. ഈ ബിസിനസ്സിനെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്കൊരു സിഗ്നേച്ചർ ഉണ്ടാക്കാം. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ, നമ്മുടെ വരും തലമുറയിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാം. അത് മനസ്സിൽ പിടിച്ചുകൊണ്ട് ഓരോ പ്രൊഫഷണൽസും, ഓരോ നെറ്റ്വർക്കറും അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തിരിക്കുന്ന ഓരോരുത്തരും ആ രീതിയിൽ കാര്യങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയമാണെന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ ഒരു സെഷനിൽ ആഗ്രഹിക്കുന്നത്. 4ാമത്തെ പോയിന്റ് കഴിഞ്ഞു. 5ാമത്തെ പോയിന്റ് എന്താണ്? അത് യൂസ് ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ ആണ്. നമുക്കറിയാം ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത്. ഡിജിറ്റൽ മാർഗത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിജിറ്റലി മറ്റുള്ളവരിലേക്ക് എക്സിബിറ്റ് ചെയ്യുവാൻ, മറ്റുള്ളവരിലേക്ക് അവർക്ക് ഷോക്കേസ് ചെയ്യുവാൻ നമുക്കൊരു അവസരമുണ്ട്. അതിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമുക്കറിയാം കമ്പനി നമുക്ക് ഓരോ സമയത്തും ഓരോ വിഷയത്തോട് ബന്ധപ്പെട്ടും ഫ്ലയറുകളും സ്റ്റാറ്റസിലും നമുക്ക് തരാറുണ്ട്. എത്ര പേര് ഇത് റെഗുലർ ആയിട്ട്, ഐ റിപ്പീറ്റ്, റെഗുലർ ആയിട്ട് നിങ്ങൾ എത്ര പേര് ഇടുന്നുണ്ട്? നമുക്ക് കിട്ടിയേക്കുന്ന ഫ്ലയറുകൾ ഒരുപക്ഷെ നമ്മൾ ഇട്ടത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നോ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. പബ്ലിക്കിലേക്ക് ഒരു കാര്യത്തെ രണ്ടാമത് കൊടുക്കുമ്പോൾ മീൻസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിന് വാല്യൂ കൂടുക. അല്ലേ? ഒരേ കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് വാല്യൂ കൂടുകയുള്ളൂ. ഒരിക്കലും കുറയില്ല. ചിലര് ചിന്തിക്കുന്നുണ്ട്, "അയ്യോ! ഇത് ഞാൻ 2 ദിവസം മുമ്പിട്ട ഫ്ലയർ അല്ലേ. മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും?" അത് അവരുടെ അച്ചീവ്മെന്റ്സുകളിലാണ്. അല്ലേ? ഒരു ഒരു കുട്ടിയുടെ പിറന്നാൾ നടന്നു. ഉടനെ അവര് ഫോട്ടോ എടുത്തു. സ്റ്റാറ്റസ് വെച്ചു. ഓരോ ആഴ്ചയിലും അത് ഇടാൻ പറ്റുമോ? അത് ഒരു ദിവസമേ അവരിടുകയുള്ളൂ. ചില അച്ചീവ്മെന്റ്സുകൾ എന്ന് പറഞ്ഞാൽ അതാണ്. മാരേജ്, അതുപോലെ കുട്ടികളുടെ ഇതുപോലുള്ള ബർത്ത്ഡേ അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷനിൽ പങ്കെടുത്ത് ഇതൊക്കെ വൺ ടൈം ആണ്. അത് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാറില്ല. അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും 1 വർഷം കഴിയണം. പക്ഷേ നമ്മുടെ ബിസിനസ് അങ്ങനെയല്ല. ഒരേ ഫ്ലയർ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിച്ച ഫ്ലയറുകൾ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം. എന്തേ പ്രശ്നം? ഇവിടെ അത് ഫോക്കസ് ചെയ്യപ്പെടുക നിങ്ങളല്ല, മറ്റുള്ളവർ ഇത് കാണുകയാണ്. എന്തുകൊണ്ട്? ഇപ്പൊ സുധീർ സാറ് സ്റ്റാറ്റസ് വെക്കുന്നു. സാറ് സ്റ്റാറ്റസ് വെക്കുന്നത് ഇത് റെഗുലർ ആയിട്ട് കാണുന്ന ഒരു വ്യക്തി വീണ്ടും വീണ്ടും ഇത് കാണുമ്പോൾ അയാളോട് തന്നെ ചോദിക്കും, എന്തുകൊണ്ട് ഈ വ്യക്തി ഇത്രയും തവണ ഈ ഒരു കാര്യത്തെ പിന്താങ്ങുന്നു അല്ലെങ്കിൽ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നു? ഡെഫിനറ്റ്ലി അങ്ങനെ ഒരാളുടെ കോൾ വരും. അത് 10 പേര് വിളിച്ചിട്ട് 11ാമത്തെ കോൾ ആണെങ്കിൽ ആ 11 പേരെയും കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ആരാകും? 11 സ്റ്റാർ ക്ലബ്ബിൽ കയറില്ലേ? കാരണം എന്താണ്? നമുക്ക് പതിയെ കേറി കണ്ടുപിടിച്ചാൽ മതി. ഒരാഴ്ച കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ ഇവിടെ ഒരു ക്രൈറ്റീരിയയിലും നമ്മൾ പറയുന്നില്ല. ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്ന വ്യക്തികൾ പ്രൊഫഷണൽ നെറ്റ്വർക്കർ ആണെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവും. അങ്ങനെ കണ്ടെത്തുവാനാണ് നമ്മൾ ഈ പ്രൊമോഷൻസുകൾ ചെയ്യേണ്ടത്. സോ ഈ പറഞ്ഞ ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓട്ടോമേറ്റഡ് ആക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ വരും സെഷനിൽ കേൾക്കും. മിനിമം നിങ്ങൾക്കറിയാം നമ്മൾ വളരെ കൃത്യമായിട്ട് സെഷനിലൂടെ ക്യാൻവയും അതുപോലെ മറ്റ് ചില ആപ്പുകളും ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടു. ധാരാളം ആപ്പുകൾ ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയും.
പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കാനും ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന 2 എണ്ണമാണ് നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഈ ഒരു സെഷനിലൂടെ പഠിച്ചത്. പക്ഷേ അതുപോലുള്ള ട്രെയിനിങ് സെഷനുകളും, അതുപോലെ ഫ്ലയേഴ്സുകളും നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമും ഒക്കെ നമ്മുടെ കമ്പനി അണ്ടറിൽ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിരിക്കുന്നത് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതോ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? രാവിലെ എഴുന്നേറ്റ് പണ്ട് ഈ റേഡിയോയില് പ്രഭാതഭേരി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അല്ലേ? 10 മിനിറ്റ് അത് കേട്ടേച്ച് അടുക്കളപ്പണി ചെയ്യാൻ പോകുന്ന വീട്ടമ്മമാരെ പോലെ ചെയ്യുവാനല്ല നമ്മൾ ഈ അരമണിക്കൂർ ഇത് കേൾക്കുന്നത്. ഈ ഓരോ ദിവസവും മോർണിംഗിൽ കിട്ടുന്ന ഈ അരമണിക്കൂറിന്റെ ഇമ്പാക്ട് നിങ്ങളുടെ ലൈഫിൽ വരണം. വേണ്ടേ? അതിനുവേണ്ടി നമ്മൾ നല്ല ശ്രമം ചെയ്യണം. ആൻഡ് ഇപ്പൊ കേട്ട് കഴിഞ്ഞ് 6ാമത്തെ പോയിന്റ് ഇതാണ്. ഇനി 6ാമത്തെ പോയിന്റ്, മെയിന്റെയിൻ പ്രൊഫഷണലിസം ഇൻ കസ്റ്റമർ ഇന്ററാക്ഷൻ. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും നമ്മളൊരു പ്രൊഫഷണൽ ആണെന്ന് നമ്മുടെ ക്ലയന്റുകൾ അഥവാ നമ്മളുടെ ബിസിനസ്സിനെ ഒപ്പം ഏറ്റെടുത്ത ആളുകൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ചിന്തിക്കുക, ഈ ബിസിനസ്സിന് ഒരു പ്രൊഫഷണലി ഒരു ഡ്രസ്സിംഗ് കോഡ് ഉണ്ടോ? നെറ്റ്വർക്കിംഗ് ചെയ്യുന്നവർക്ക് ഒരു ഡ്രസ്സിംഗ് കോഡ് ഇല്ല. പക്ഷേ നെറ്റ്വർക്കേഴ്സിനെ തിരിച്ചറിയിക്കുന്ന ഒരു ഡ്രസ്സിംഗ് കോഡ് ഉണ്ട്. അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടില് ഒരു ബിസിനസ് പറയുക, ടീ ഷർട്ടും ട്രൗസറും ഇട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സുകളുള്ള ഏതെങ്കിലും ജീൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ ഇതുണ്ടല്ലോ ക്വാർട്ടർ ടൈപ്പ് മറ്റേ ബർമുഡ പോലുള്ള ഏതെങ്കിലും ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പോകാറുണ്ടോ? അങ്ങനെ പോയി പറഞ്ഞാൽ അവർ കേൾക്കില്ലേ? അതോ നമ്മൾ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ? അവര് കേൾക്കും. നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ അവര് കേൾക്കും. പക്ഷെ നമ്മളെ ജഡ്ജ് ചെയ്തിട്ടായിരിക്കാം ഒരു കാര്യം അത് ഏറ്റെടുക്കണോ വേണ്ടയോ തീരുമാനിക്കാം. ഒരു സ്കൂളില് വളരെ കണ്ണ് മഞ്ചളിക്കുന്ന രീതിയിലുള്ള ഒരു ഷർട്ടും പാന്റും ഒക്കെ ഇട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ലേഡി അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു നെറ്റ്വർക്കർ ഇതുപോലെ കയറി ചെന്ന് വളരെ ആധികാരികമായിട്ട് പറയാണ്, ഞങ്ങൾ കുട്ടികളെ നന്നാക്കാൻ പുതിയ തലമുറയ്ക്ക് പറ്റിയ മനോഹരമായ ഒരു ആപ്പുമായിട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവരൊന്നീ ചോദിക്കും, നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. അല്ലേ? അതോ നിങ്ങൾ കേറി വന്ന സ്ഥലം മാറിപ്പോയെന്ന് ചോദിക്കും. നമ്മളെ തിരിച്ചറിയിക്കുന്ന കുറെ ഗുണങ്ങൾ നമ്മളിലുണ്ടാവും. അതിനെ പ്രൊഫഷണലിസം എന്ന് പറയാറുണ്ട്. ഇത് നമ്മുടെ ബിസിനസ്സിലും നമുക്ക് ഏറ്റെടുക്കാം. നമുക്കതിൽ മാറ്റം വരുത്താൻ കഴിയും. എങ്ങനെ നമ്മുടെ എക്സ്റ്റീരിയർ ഒരുക്കാം, അല്ലേ? നമ്മളെന്ന വ്യക്തിയെ പുറമെ എങ്ങനെ ഒരുക്കിയെടുക്കാം? ഇതിന് കൃത്യമായ നിബന്ധനകള് നെറ്റ്വർക്കിംഗേഴ്സിന് അല്ലെങ്കിൽ ഫുൾ കൈ ഷർട്ട് ഇടണമെന്നോ എവിടെ പോകുമ്പോഴും കോട്ട് ഇട്ടുകൊണ്ട് പോകണമെന്നോ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളെ തിരിച്ചറിയിക്കുന്ന ഒരു പ്രൊഫഷണലിസം നമ്മളിൽ വരുമ്പോൾ നമ്മൾ ഈ ബിസിനസ്സിനെ എങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. അതിന് മാന്യമായ ഒരു ഡ്രസ്സിങ്ങിന്റെ കാര്യമുണ്ട്. ഇനി അതുപോലെ നമുക്കറിയാം, സംസാരിക്കുമ്പോൾ നമ്മുടെ കൈയുടെ ആക്ഷൻ ഗസ്റ്റേഴ്സ് എന്നാണ് പറയുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു പൊതുവേദിയിലാണെങ്കിലും ഒരു കസ്റ്റമറിന്റെ മുമ്പിലാണെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളുടെ കൈകളുടെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കൈ ഉപയോഗിക്കുന്ന രീതി, നമ്മൾ കൈ അനക്കാതെ വെച്ചിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലോ എന്തോ കൃത്യമായിട്ട് പേപ്പറിൽ എഴുതി പഠിച്ചിട്ട് വന്ന പോലെ ഇരിക്കും, അല്ലേ? നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കൈകളിലൂടെയും കണ്ണുകളിലൂടെയും അറിയണം. അതിന് ഐ കോൺടാക്ട് ആവശ്യമാണ്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രൊഫഷണലി നമുക്ക് വേണ്ടുന്ന പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അഥവാ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് നമുക്കുണ്ടായിരിക്കണം. ഇനി മറ്റൊന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ബാഗുകളും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പെന്നും പേപ്പറും ഡയറിയും എല്ലാം ഈ പ്രൊഫഷണലിസം വെളിയിൽ കാണിക്കും. അതോ ആ വീട്ടിൽ ചെന്നിട്ട് അവരോട് പറയണം, ഒരു A4 സൈസ് പേപ്പർ ഇങ്ങ് കൊണ്ടുവരാമോ, ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മളെടുത്ത പേന തെളിയുന്നില്ല. അപ്പൊ അവരോട് ചോദിക്കുന്നു, പേന എടുത്തോ? ഇവര് 2 പ്രാവശ്യം അകത്ത് കയറി ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ മൈൻഡ് നെഗറ്റീവായി. ഓക്കെ. പിന്നെ അവര് ചിന്തിക്കുന്നത് ഇയാൾ എന്തേലും പറഞ്ഞിട്ട് പൊക്കോട്ടെ. പലയിടത്തും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രൊഫഷണലൈസ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കണം. ഈ ഫൈനലി പറഞ്ഞ പോയിന്റ് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാരണം എന്താണ്? ഇത് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ചിന്തിക്കാം, ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ടൂളുകൾ, ഇതിനോട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ടൂളുകൾ ആവശ്യത്തിന് എനിക്കുണ്ടോ? ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ അത് വൃത്തിയിലുള്ളതാണോ? അതുപോലെ തന്നെ നമ്മൾ ഒരാളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃത്യസമയത്ത് അവരെ കാണാൻ കഴിയണം. ഇതൊക്കെ നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ട്. ഇതൊക്കെ നമുക്ക് പാലിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ? നമ്മളൊരു നമ്മളൊന്നും എന്താ പറയണ്ടേ, എല്ലാ ദിവസവും എല്ലാ മൈൻഡ് സെറ്റും ഒരുപോലല്ല. പക്ഷെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേണം മറ്റൊരാളോട് സംസാരിക്കാൻ. അപ്പൊ അതെങ്ങനെ ജനറേറ്റ് ചെയ്യാൻ കഴിയും? അതിന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുക ഇതുപോലുള്ള സെഷനുകൾ തന്നെയാണ്.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ശരിക്കും നമ്മളൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കറായി മാറണമെങ്കിൽ ഈ 6 കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞത് ഒന്നൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ആദ്യം നമുക്കൊരു ഇൻഡസ്ട്രിയൽ നോളഡ്ജ് ആൻഡ് സ്കിൽ ആവശ്യമാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ്. നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അത് ഫിസിക്കലി ആയിക്കോട്ടെ, ഡിജിറ്റലി ആയിക്കോട്ടെ നമ്മൾ നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യണം. മൂന്നാമത് കേട്ടത് മാസ്റ്റർ ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസന്റേഷൻ സ്കിൽ. എന്താണ്? നമ്മുടെ ബിസിനസ് മറ്റുള്ളവരോട് പ്രസന്റ് ചെയ്യുവാൻ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ നമ്മളത് അറിഞ്ഞിരിക്കണം. നാലാമത് കേട്ടത് എത്തിക്കൽ സെല്ലിംഗ് പ്രാക്ടീസസ് ആണ്. ഒരു ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ അതിന്റെ അക്കൗണ്ടബിലിറ്റി, അതിന്റെ പ്രൈസിങ്, അതിന്റെ GST എത്ര അടയ്ക്കണം, അതുപോലെ നമ്മൾ എത്ര പ്രൊഡക്റ്റുകൾക്ക് ഒരു പ്രൊഡക്റ്റുകൾ ടോട്ടലി നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ പേ ഔട്ട് ചെയ്യുന്നത്, അതൊരു പ്രൊഡക്റ്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ പറയണം. നാലാമതായിട്ട് കേട്ട കാര്യമാണിത്. അഞ്ചാമതായിട്ട് കേട്ടത് നമ്മുടെ ടെക്നോളജി ആൻഡ് ഓട്ടോമേഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നിലവിലുള്ള നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമുക്കറിയാം അല്ലെ, വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നമ്മൾക്ക് ഇന്ന് ഫ്രീ ആണ്. 10 പൈസ മുടക്കാതെ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. ആൻഡ് നമ്മൾ ആറാമത്തെ കേട്ട കാര്യം എന്താണ്? നിങ്ങളെ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരു കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഇത്രയും കാര്യങ്ങൾ മിനിമം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലാന്നല്ല, ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ഇത് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ കാര്യം ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കും അല്ലെ. എല്ലാ ടീച്ചേഴ്സും ഇതുപോലാണ്. ഓരോ മെയിൻ എക്സാമുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടെർമിനൽ എക്സാം കഴിയുമ്പോൾ കുട്ടികളോട് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചു. കാരണം വരാനിരിക്കുന്ന ആനുവൽ എക്സാമിന് അവർ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നതുപോലെ നമ്മളിലെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ഇതുപോലുള്ള സജഷൻ. അല്ലാതെ ഇത് നമ്മളെല്ലാം തികഞ്ഞവരാകുന്നുണ്ടല്ല. നമ്മൾ അതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് മറ്റുള്ളവർ ഫോക്കസ് ചെയ്യും. നമ്മൾ നല്ലൊരു ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും. പ്രൊഫഷണലിസം വെറുതെ കയ്യിലേക്ക് വരുന്നതല്ല. അത് നമ്മൾ ആർജിച്ചെടുക്കുക തന്നെ വേണം. അതിന് നമുക്ക് കൃത്യമായ പ്രാക്ടീസ് ആവശ്യമാണ്. കൃത്യമായ പഠനം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ സാൻഡ്ബോക്സ് ടെക്നോളജി എന്ന കമ്പനിയും ആ പ്രൊഡക്റ്റും സാൻഡ്ബോക്സ് സിറ്റി എന്ന പ്രൊഡക്റ്റും നമ്മളിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അതിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറും. കമ്പനിയുടെ സീനിയർ ലെവലിലുള്ള റാങ്കിലേക്ക് നമുക്ക് വരാൻ കഴിയും. അതിനപ്പുറം നമുക്കൊരു പേര് സ്വന്തമാക്കാൻ കഴിയും. ഇത് മനസ്സിൽ പിടിക്കുക. നല്ലൊരു നെറ്റ്വർക്കർ ആവാനുള്ള അവസരം ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെ കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.